Hi friends, Assalamu alaikum. ഇന്നത്തെ എൻ്റെ റെസിപ്പി leches milk cake ആണ്. 3 milk cake എന്ന് ഇതിനെ പറയും. ലിക്വിഡ് വെച്ച് ഫുള്ളി സോക്ക് ആക്കിയിട്ട് കോരി കേക്കുന്നതാണ് ഈ കേക്ക്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് 1 കപ്പ് മൈദ ലെവൽ ചെയ്തെടുക്കണം, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, 3 ഇൻഗ്രീഡിയൻസും കൂടി അരിപ്പയിലിട്ട് അരിച്ചെടുത്ത ശേഷം ഫോർക്കോ വിസ്കോ കൊണ്ട് നന്നായി യോജിപ്പിക്കണം. എന്നാലേ കേക്ക് നന്നായി കിട്ടും. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ബട്ടറോ ഗീയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കാം. മൂടിയുടെ ഹോൾസ് അടച്ച് അകമിട്ട് മാറ്റി വയ്ക്കാം. 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര 2-3 പ്രാവശ്യമായി ഇട്ട് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്യാം. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്താൽ നല്ല ഒരു സ്പോഞ്ച് കേക്ക് കിട്ടും. 5 മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇത്രയും മതി. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഓവറായി ബീറ്റ് ചെയ്യരുത്, പെട്ടെന്ന് ഓഫ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നേരത്തെ മിക്സാക്കിയ മൈദയില്ലേ, അത് പകുതി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് ഇളം ചൂടുപാലുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് നേരെ പാലെടുക്കരുത്, തണുത്ത പാല്, അപ്പോൾ കേക്ക് നന്നായി കിട്ടില്ല. എന്നിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കാം. ബാക്കി പകുതി മൈദ കൂടി ഇട്ട് കൊടുക്കാം. ഓവറായി മിക്സ് ആക്കി കൊടുക്കണ്ട. നേരത്തെ കരുതി വെച്ച പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ടൂത്ത് പിക്കോ മറ്റോ കൊണ്ട് ഇതൊന്ന് വരഞ്ഞു കൊടുക്കാം. എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ്. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മുന്നേ ഒരു പഴയ മൂടി ചൂടാക്കാൻ വെച്ചിരുന്നു ലോ ഫ്ലെയിമിൽ, അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിന് 20 മിനിറ്റാണ് കറക്റ്റ് ടൈം. 20 മിനിറ്റ് കൊണ്ട് ആയിട്ടില്ലെങ്കിൽ 2-3 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കാം. അടി കരിയരുത് ഈ 3 മിൽക്ക് കേക്കിന്. ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി കൊടുത്തു നോക്കാം. കേക്ക് തണുക്കുന്ന സമയം കൊണ്ട് സോക്ക് ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കാം. ഫ്രഷ് ക്രീമാണിത്. നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്ത ശേഷം 1/2 കപ്പ് എടുക്കണം. 3 കൂടി 1/2 കപ്പ് വേണം. ഞാനിത് തിളപ്പിച്ചാറ്റിയ പാലാണ്, നേരിട്ട് പാലെടുത്തിട്ടില്ല. നന്നായി തണുത്ത ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 3 മിൽക്കും കൂടി നന്നായി മിക്സാക്കി കൊടുക്കണം. ഇതിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വയ്ക്കും. കേക്ക് കഴിക്കുന്ന സമയത്ത് ലാസ്റ്റ് അത് ഒഴിച്ചു കൊടുത്ത് വേണം കോരി കഴിക്കാൻ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റാണ്, വിലയും കൂടുതലാണ്. കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല സ്പോഞ്ചി കേക്കാണ്. 1/2 kg ഏത് കേക്കിനും ഈ കേക്ക് തന്നെ യൂസ് ചെയ്യാം. ഇതേ ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സ്പോഞ്ച് കേക്ക് കിട്ടും. ഇതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് വെക്കാം. ഇതുപോലെയുള്ള കണ്ടെയ്നർ ഇല്ലെങ്കിൽ സാധാ പ്ലേറ്റിൽ വെച്ച് കൊടുത്താലും മതി. ഞാനിത് സെയിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഫോർക്ക് കൊണ്ട് ഇതുപോലെ നന്നായി കുത്തി കൊടുക്കണം. ഉള്ളിലേക്ക് ഈ 3 മിൽക്ക് പിടിക്കാൻ വേണ്ടിയാണ്. ഇനി ഒന്നുകൂടി ഈ 3 മിൽക്ക് യോജിപ്പിക്കാം. ഇനി കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഒന്നിച്ച് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കുറച്ചായി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയ ശേഷം വേണം വീണ്ടും ഒഴിച്ചു കൊടുക്കാൻ. ഈ 1/2 കപ്പിൽ നിന്ന് 1/2 കപ്പോളം മാറ്റി വയ്ക്കണം. ലാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്ത് കോരി കഴിക്കാനാണ് ഇത് ടേസ്റ്റ്. ഞാനിതാണ് നോസിൽ ഇതിന് ഉപയോഗിച്ചത്. ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറക്കരുത്. ഇത് പിസ്തയില്ലേ, അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. കട്ട് ചെയ്തെടുത്താലും മതി. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്രൈ റോസ് കൂടി ഇട്ട് കൊടുക്കാം. ഏത് കേക്ക് ഷോപ്പിൽ ഇത് കിട്ടും, ചെറിയ വിലയേ ഉള്ളൂ.
എന്നിട്ട് റിബൺ കൊണ്ട് ഒന്ന് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ഒരു സ്പൂണ് കൂടി വെച്ച് കൊടുക്കണം, അത് ഇതിൻ്റെ കൂടെ കിട്ടും. ഒരു 400 രൂപ ഇതിന് വാങ്ങണം, എന്നാലേ നമുക്ക് മുതലാകൂ. ഞാനിതൊരു മാംഗോ ഫോറസ്റ്റ് കേക്കിൻ്റെ കൂടെയാണ് സെയിൽ ചെയ്യുന്നത്. ഈ കേക്ക് എനിക്ക് 10-12 ഓർഡർ കിട്ടിയിരുന്നു, അത്രയും ടേസ്റ്റി ആയതുകൊണ്ട്. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായ ട്രസ്റ്റ് ലെച്ചസ് കേക്ക് റെഡി ആയിട്ടുണ്ട്.